السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹു തആല, ആ പേര് കേൾക്കാത്തവരാരും ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല. ആധുനിക ലോകത്ത് ജീവിച്ച വലിയ ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇമാം അൽബാനി റഹിമഹുല്ലാഹു തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തൊരു വലിയ മനുഷ്യൻ. ഇമാം അൽബാനി റഹിമഹുല്ലാഹു തആല മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഒരു 3 പേജുകളുള്ള ഒരു വസിയ്യത്ത് എഴുതുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയതമക്കും മക്കൾക്കും കൂട്ടുകാർക്കുമായിട്ട്. ആ വസിയ്യത്തിൽ ഇമാം അൽബാനി റഹിമഹുല്ലാഹു തആല പറഞ്ഞ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ ഉണർത്തിക്കൊണ്ട് ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇമാം അൽബാനി റഹിമഹുല്ലാഹു തആല പറയുകയാണ്, എൻ്റെ മരണവാർത്ത നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ആർത്ത് കരയാൻ പാടില്ല, അട്ടഹസിക്കാൻ പാടില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി റഹ്മത്തിനെ ചോദിക്കുക, അള്ളാഹുവിനോട് എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ആർത്ത് കരയുക എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യമാണ്. പെട്ടെന്ന് തന്നെ എൻ്റെ മരണാനന്തര കർമ്മങ്ങൾ പൂർത്തിയാക്കണം. എന്നെ കുളിപ്പിക്കേണ്ടത് എൻ്റെ അയൽവാസിയായ എൻ്റെ ഉറ്റ ചങ്ങാതിയായ അബൂ അബ്ദില്ലയാണ്. പിന്നെ അദ്ദേഹത്തിന് സഹായത്തിനായി ആരെയാണോ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് അവരുമാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നാട്ടിലില്ലാത്ത എൻ്റെ മക്കളെ ഉടനെ നിങ്ങൾ എൻ്റെ മരണവാർത്ത അറിയിക്കണ്ട. എൻ്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ പൂർത്തിയായതിന് ശേഷം നിങ്ങൾ അവരെ വിവരം അറിയിച്ചാൽ മതി. അതല്ല എങ്കിൽ ചിലപ്പോൾ അവർക്ക് വന്ന് കാണേണ്ടി വരും. അപ്പോൾ എൻ്റെ മയ്യിത്ത് മറമാടുന്നതും എൻ്റെ മയ്യിത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതൊക്കെ വൈകും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അസ്രിഉ ബിൽ ജനാസ, ജനാസയുടെ കാര്യങ്ങൾ നിങ്ങൾ ധൃതിയിലാക്കണം, നിങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ്. അതുകൊണ്ട് നാട്ടിലില്ലാത്ത മക്കൾ വരാൻ കാത്തു നിൽക്കരുത്, അതെൻ്റെ ജനാസ മറമാടാൻ വൈകുമെന്നാണ്. തൊട്ടടുത്തുള്ള ഖബർസ്ഥാനിലാണ് എൻ്റെ മയ്യിത്ത് നിങ്ങൾ മറമാടേണ്ടത്. എൻ്റെ മയ്യിത്ത് ചുമന്നുകൊണ്ട് ആളുകൾക്ക് മടുപ്പുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ള ഖബർസ്ഥാനിലേക്കാണ് നിങ്ങൾ എൻ്റെ മയ്യിത്ത് കൊണ്ടുപോകേണ്ടത്. എൻ്റെ ലൈബ്രറിയിലുള്ള മുഴുവൻ പുസ്തകങ്ങളും അത് മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അത്
എനിക്ക് ആഖിറത്തിൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകം കണ്ട ഏറ്റവും വലിയ മുഹദ്ദിസുകളിൽ ഒരാളുടെ അവസാനത്തെ വസിയത്തുകളാണ് നമ്മൾ കേട്ടത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അവർ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളതാണ്. കാരണം മരിച്ചു കഴിഞ്ഞാൽ മക്കളാരും എൻ്റെ മയ്യിത്ത് കാണണ്ടെന്നൊരു വാശിയിൽ പറഞ്ഞതല്ലല്ലോ. അതല്ലെങ്കിൽ മക്കൾക്കിടയിൽ ഒരു പണക്കുണ്ടായി, വാപ്പ മക്കളും മിണ്ടുന്നില്ല, അതുകൊണ്ടല്ല എൻ്റെ മയ്യിത്ത് മക്കൾക്ക് കാണിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അസ്രിഉ ബിൽ ജനാസ, നിങ്ങൾ പെട്ടെന്ന് ധൃതിയിൽ മയ്യിത്തിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കണം. ആ കൽപ്പനയാണ് ഇമാം അൽബാനി റഹിമഹുല്ലാഹു തആല അവിടെ ഒരു വസിയ്യത്തായിട്ട് മക്കളെയും പ്രിയതമയെയും കൂട്ടുകാരെയും ഓർമ്മപ്പെടുത്തുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല, മരിച്ചതിന് ശേഷവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഞങ്ങളിലൂടെ ജീവിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി അവർക്കുണ്ടായിരുന്നു. ഞാൻ എന്നോടും എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും സുഹൃത്തുക്കളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്, അങ്ങനത്തെ ഒരു വാശി നമുക്കും വേണം. എവിടെയും എൻ്റെ നബിയുടെ സുന്നത്ത് അങ്ങനെയാണ്, എൻ്റെ റസൂൽ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ് എന്നൊരു ചിന്ത, ആ ഒരു നിലപാട് നമുക്കുണ്ടാകണമെന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ചാണിന് ചാണായിട്ട് മുഴത്തിന് മുഴമായിട്ട് പിൻപറ്റുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഫിഖ് പഠനത്തിൽ മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയിട്ട് ഇത് നമ്മുടെ 3ാമത്തെ ദർസാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയുടെ അദ്ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ എന്ന ഗ്രന്ഥം അവലംബിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ നിലവിൽ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, മയ്യിത്ത് കുളിപ്പിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മസ്അലകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുക എന്ന്. അപ്പോൾ ഓരോ മസ്അലകളായിട്ട് ഇങ്ങനെ സൂചിപ്പിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ ശരിക്ക് അവതരിപ്പിക്കുവാനും അത് ശരിക്ക് ഗ്രഹിക്കുവാനും എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ പറയുന്ന 1ാമത്തെ ഒരു മസ്അല മയ്യിത്തിനെ ചുംബിക്കലാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മയ്യിത്ത് നമുക്ക് ചുംബിക്കാൻ പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ചുംബിക്കാൻ പറ്റുമോ? പറ്റും, ചുംബിക്കാം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹു നാട്ടിലില്ല. അങ്ങനെ നബി മരിച്ചു കിടക്കുകയാണ്. സ്വഹാബിമാർ നബിയുടെ മുഖത്തൊക്കെ തുണി മൂടിയിട്ടുണ്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു, നബിയുടെ മുഖത്തുനിന്ന് ആ വിരി നീക്കിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ചുംബനം കൊടുത്തു. അന്ന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖബ്ബല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ മൗതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുംബിച്ചിട്ടുണ്ട്. അതാരും എതിർത്തിട്ടില്ല. ഒരു സഹാബിയും അങ്ങനെ ചുംബിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ചുംബിക്കണമെങ്കിൽ അത് മയ്യത്തിൻ്റെ അടുത്ത ബന്ധുക്കളാകണമെന്ന നിബന്ധന ഒന്നുമില്ല. മയ്യത്തിൻ്റെ കുടുംബക്കാർക്ക് മാത്രമേ ചുംബിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. കുടുംബബന്ധം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ മരിച്ചു, നമ്മുടെ ഒരു സുഹൃത്ത് മരിച്ചു, നമുക്ക് അയാൾ എന്ത് ചെയ്യാം? ചുംബിക്കാം, അതിൽ വിലക്കൊന്നുമില്ല. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മരിച്ച സമയത്ത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബല ഉസ്മാൻ ഇബ്നു മദ്ഊൻ വഹുവ മയ്യിത്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ല, ഉസ്മാൻ ഇബ്നു മദ്ഊൻ, അദ്ദേഹം മരിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് ചുംബിച്ചിട്ടുണ്ട്. അപ്പം നബിക്കും ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന് ഇടയിൽ കുടുംബബന്ധമൊന്നുമില്ല. അപ്പോൾ കുടുംബബന്ധം ഉണ്ടാവണം എന്നുള്ള നിബന്ധനയൊന്നും ഇല്ല. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുംബിക്കാം. എന്നാൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ചുംബിക്കണമെങ്കിൽ ജീവിതകാലത്ത് ചുംബിക്കാൻ അനുവാദമുള്ള ആൾക്കാരായിരിക്കണം. അതുപോലെ തന്നെ ഒരു പുരുഷന് ഒരു സ്ത്രീയെ ചുംബിക്കണമെങ്കിലും ജീവിതകാലത്ത് പരസ്പരം സ്പർശിക്കാനും ചുംബിക്കാനും അനുവാദമുള്ള ആളുകളായിരിക്കണം. അപ്പോൾ ഉമ്മ മരിച്ചാൽ ഒരു മകൻക്ക് എന്ത് ചെയ്യാം? ആ ഉമ്മയുടെ മയ്യത്ത് ചുംബിക്കാം. ഭാര്യ മരിച്ചാൽ ഭാര്യയ്ക്ക് ഭർത്താവിന് ചുംബിക്കാം. ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്കും
ചുംബിക്കാം. അപ്പോൾ മഹ്റമുകളായ ആളുകളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബിക്കാം. ആരാണ് മഹ്റമുകൾ എന്ന് ഖുർആനിലെ 4-ാം അധ്യായം 23-ാമത്തെ ആയത്ത്, സൂറത്തു നിസായിലെ 23-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു എണ്ണി പറയുന്നുണ്ട് ആരൊക്കെയാണ് ഒരു സ്ത്രീയുടെ മഹ്റം. മഹ്റം എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകൾ. ആ ആളുകളുമായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം, അവരുടെ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കാം, അവർക്ക് ഷെയ്ക്കാൻ കൊടുക്കാം, അതിനൊന്നും വിരോധമില്ല. എന്നാൽ മഹ്റമുകളല്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റൂല, അവർക്ക് ഷെയ്ക്കാൻ കൊടുക്കാൻ പറ്റൂല, അവർ അന്യരാണ്. മഹ്റമുകൾ എന്ന് പറഞ്ഞാൽ അന്യരല്ല, വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളുമാണ്. അപ്പം ഇതാണ് മയ്യിത്ത് ചുംബിക്കുന്ന വിഷയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി. അത് അനുവദനീയം ആണ്, അത് പ്രത്യേകിച്ച് വിലക്കൊന്നുമില്ല. പരസ്പരം ചുംബിക്കാൻ ജീവിതകാലത്ത് അനുവാദമുള്ള ആളുകൾക്ക് മരിച്ചതിന് ശേഷവും ചുംബിക്കാവുന്നതാണ്. ഇനി ഇവിടെയുള്ള ഒരു വിഷയം, ആർത്തവകാരിക്ക് മയ്യിത്ത് ചുംബിക്കാൻ പറ്റുമെന്നാണ്. ഇപ്പോൾ ഭർത്താവ് മരിച്ചു, ഒരു സ്ത്രീ അവരുടെ പീരീഡ്സിൻ്റെ സമയത്താണ്, അപ്പോൾ അവർക്ക് ഭർത്താവിൻ്റെ മയ്യിത്ത് ചുംബിക്കണം, അതിനെന്തെങ്കിലും വിലക്കുണ്ടാവുന്നതാണ്. ആർത്തവകാരിക്കും അങ്ങനെ പ്രത്യേകിച്ച് വിലക്കൊന്നും ഇല്ല. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അടിസ്ഥാനം, ഒരു വിഷയത്തിൽ ആർത്തവകാരിക്ക് മാത്രം പ്രത്യേകമായിട്ടൊരു നിയമം വന്നിട്ടില്ല എങ്കിൽ ആ വിഷയത്തിൽ അവർ മറ്റു സ്ത്രീകളെ പോലെ തന്നെയാണ്. ഒരു വിഷയത്തിൽ ആർത്തവകാരിക്ക് മാത്രം പ്രത്യേകമായിട്ടൊരു നിയമം വന്നിട്ടില്ല എങ്കിൽ ആ വിഷയത്തിൽ അവർ മറ്റു സ്ത്രീകളെ പോലെ തന്നെയാണ്. അപ്പോൾ മറ്റു സ്ത്രീകൾക്ക് ഭർത്താവ് മരിച്ചാൽ ചുംബിക്കാൻ പറ്റുമോ? ചുംബിക്കാൻ പറ്റും. എങ്കിൽ ആർത്തവകാരിക്കും പറ്റും. കാരണം ആർത്തവകാരിക്ക് മാത്രം പ്രത്യേകമായിട്ട് അവരൊരു വിലക്ക് വന്നിട്ടില്ല എന്നതാണ് വിഷയം. ഇത് മയ്യിത്തിനെ ചുംബിക്കാൻ തന്നെ കുളിപ്പിക്കുന്നതിന് മുമ്പ് ചുംബിക്കാം, മയ്യിത്ത് കുളിപ്പിച്ചതിന് ശേഷമൊക്കെ ചുംബിക്കാം, അതിലൊന്നും തടസ്സമില്ല. വല്ലാഹു അലം. ഇനി രണ്ടാമത്തെ ഒരു മസ്അല, വുദൂ ഇല്ലാതെ മയ്യിത്ത് കുളിപ്പിക്കാൻ പറ്റുമെന്നാണ്. മയ്യിത്ത് കുളിപ്പിക്കണമെങ്കിൽ ഒരാൾ ശുദ്ധിയുള്ള ആളായിരിക്കണം എന്ന് ഷർത്തുണ്ടോ, നിബന്ധനയുണ്ടോ? വുദൂവോട് കൂടി തന്നെ ഒരാൾക്ക് മയ്യിത്ത് കുളിപ്പിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ എന്നതാണ് വിഷയം. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹു തആല പറയാണ്, ഒരു ആർത്തവകാരിയോ അല്ലെങ്കിൽ ജനാബത്തുകാരനോ ശുദ്ധിയില്ലാത്ത ഒരാൾ മയ്യിത്ത് കുളിപ്പിച്ചാൽ ആ മയ്യിത്ത് കുളിപ്പിച്ചത് ശരിയാകും എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തില്ല? അഭിപ്രായ വ്യത്യാസം ഇല്ല. ഇമാം നവവി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, യജൂസു ലിൽ ജുനുബി വൽ ഹായിദി ഗസ്ലുൽ മയ്യിത്ത് ബിലാ കറാഹ. ആർത്തവകാരിക്കും ജനാബത്തുകാരനും എന്ത് ചെയ്യാം? മയ്യിത്ത് കുളിപ്പിക്കാം, അത് കറാഹത്ത് പോലും അല്ല. അപ്പം നമ്മളെ നാട്ടിൽ കാണുന്നൊരു സംഗതിയാണ്, ആർത്തവകാരിയാണെങ്കിൽ എന്ത് ചെയ്യും? ഓളോട് പറയും, ഈ മയ്യിത്ത് കുളിപ്പിക്കണ്ട, മാറിയൊന്നും എനിക്ക് മയ്യിത്ത് കുളിപ്പിക്കാൻ പറ്റൂല. അത് ശരിയല്ല. ഇമാം നവവി റഹിമഹുല്ലാ എന്ന് പറഞ്ഞാൽ ഷാഫിഈ മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതനാണ്. രണ്ടാം ഷാഫിഈ എന്നാണ് ഇമാം നവവി റഹിമഹുല്ലാഹു തആല അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഷർഹുൽ മുഹദ്ദബിൽ പറഞ്ഞ കാര്യമാണ്, ആർത്തവകാരിയാണെങ്കിലും ജനാബത്തുകാരനാണെങ്കിലും അവർക്ക് മയ്യിത്ത് കുളിപ്പിക്കാം, അതിൽ കറാഹത്ത് പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മയ്യിത്ത് കുളിപ്പിക്കാൻ ശുദ്ധി ഉണ്ടാകണമെന്ന നിബന്ധനയില്ല. എന്നാൽ ശുദ്ധിയോട് കൂടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം, എന്നാൽ അതൊരു ഷർത്തല്ല, നിബന്ധനയല്ല. അപ്പോൾ വുദൂ ഇല്ലാത്ത ഒരാൾക്കും എന്ത് ചെയ്യാം? മയ്യിത്ത് കുളിപ്പിക്കാം. ആർത്തവകാരിക്കും മയ്യിത്ത് കുളിപ്പിക്കാം, ജനാബത്തുകാരനും മയ്യിത്ത് കുളിപ്പിക്കാം. അതാണ് നമ്മുടെ രണ്ടാമത്തൊരു മസ്അല. ഇനി മൂന്നാമത്തെ മസ്അല, ഒരു പുരുഷന് സ്ത്രീയുടെ മയ്യിത്ത് കുളിപ്പിക്കാൻ പറ്റുമോ, ഒരു സ്ത്രീക്ക് പുരുഷന്റെ മയ്യിത്ത് കുളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റുമോ? ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മയ്യിത്ത് കുളിപ്പിക്കാം, ഭർത്താവിന് ഭാര്യയുടെ മയ്യിത്തും കുളിപ്പിക്കാം. ഒരു സ്ത്രീയുടെ മയ്യിത്ത് കുളിപ്പിക്കാൻ അനുവാദമുള്ള ഒരേ ഒരു പുരുഷൻ ഭർത്താവ് മാത്രമാണ്. ഒരു പുരുഷന്റെ മയ്യിത്ത് കുളിപ്പിക്കാൻ അനുവാദമുള്ള സ്ത്രീ ഭാര്യ മാത്രമാണ്. ഒരു മകൻ മരിച്ചാൽ ഉമ്മാക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മയ്യിത്ത് കുളിപ്പിക്കാൻ പറ്റൂല. ഉമ്മ മരിച്ചാൽ മകൻക്കും മയ്യിത്ത് കുളിപ്പിക്കാൻ പറ്റൂല. മകൾ മരിച്ചാൽ വാപ്പാക്ക് മയ്യിത്ത് കുളിപ്പിക്കാൻ പറ്റൂല. വാപ്പ മരിച്ചാൽ മകൾക്കും മയ്യിത്ത് കുളിപ്പിക്കാൻ പറ്റൂല. ഒരു സ്ത്രീയുടെ മയ്യിത്ത് കുളിപ്പിക്കാൻ അനുവാദമുള്ള ഒരേ ഒരു പുരുഷൻ ആ സ്ത്രീയുടെ ഭർത്താവാണ്. ഒരു ഭർത്താവിൻ്റെ മയ്യിത്ത് കുളിപ്പിക്കാൻ അനുവാദമുള്ളത് സ്ത്രീ എന്ന നിലക്ക് ഭാര്യയ്ക്ക് മാത്രമാണ്. വേറൊരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കാനുള്ള അനുവാദം ഇല്ല. എന്നാൽ 7 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ ഇബ്നു ബാസ് റഹിമഹുല്ലാഹും ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയൊക്കെ പറയുന്നുണ്ട്, 7 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്. ഒരു ആൺകുട്ടി മരിച്ചു, ആ കുട്ടിക്ക് 5 വയസ്സേ ആയിട്ടുള്ളൂ.
ആ കുട്ടിയുടെ മയ്യത്ത് എന്ത് ചെയ്യാം? സ്ത്രീകൾക്ക് കുളിപ്പിക്കാം. അല്ലെങ്കിൽ 7 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി മരിച്ചു, 4 വയസ്സാണ്, ആ പെൺകുട്ടിയുടെ മയ്യത്ത് എന്ത് ചെയ്യാം? പുരുഷന്മാർക്ക് കുളിപ്പിക്കാം. അതിനുള്ള തെളിവ് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, മാരിയത്തുൽ കിബ്തിയയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ മകനാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. ആ കുട്ടി മുലകുടി പ്രായത്തിലാണ് മരിക്കുന്നത്. ആ കുട്ടി മരിച്ച സമയത്ത് ആ കുട്ടിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് സ്ത്രീകളായിരുന്നു, പെണ്ണുങ്ങളായിരുന്നു. അപ്പോൾ 7 വയസ്സിന് താഴെയുള്ള ഒരു ആൺകുട്ടി മരിച്ചാൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം? ആ കുട്ടിയുടെ മയ്യത്ത് കുളിപ്പിക്കാം. 7 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി മരിച്ചാൽ ആ പെൺകുട്ടിയുടെ മയ്യത്ത് വേറെ പുരുഷന്മാർക്കും കുളിപ്പിക്കാവുന്നതാണ്. ഇനി ഭർത്താവിന് ഭാര്യയുടെയും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയും മയ്യത്ത് കുളിപ്പിക്കാം എന്നതിനുള്ള തെളിവ് ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയത്ത് നബിക്ക് നല്ല തലവേദനയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരെ മറമാടിയിട്ടുള്ള ബഖീയിൽ പോയിട്ട് തിരിച്ചു വരാൻ. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ആയിഷ ബീവിയും നബിനെ കാത്തിരിക്കാൻ. അപ്പോൾ നബി വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് നല്ല തലവേദനയുണ്ട്. അപ്പോൾ ആയിഷ ബീവിയും പറഞ്ഞു, എനിക്കും തലവേദനയുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ മുത്തി ഖബ്ലി ലഗസ്സൽതുകി വകഫൻതുകി വസല്ലൈതു അലൈകി. ആയിഷ, നീ എന്നെക്കാൾ മുമ്പ് മരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ കുളിപ്പിക്കും, ഞാൻ നിന്നെ കഫൻ ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കും. അപ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല സുഖമായല്ലോ, നിങ്ങളെക്കാൾ മുമ്പ് ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പെണ്ണുങ്ങളെ കൂടെ കഴിയാലോ, ബാക്കിയുള്ളവരൊപ്പം നിങ്ങൾക്ക് നല്ല സുഖിച്ച് ജീവിക്കാലോ എന്ന് ആയിഷ ബീവി ഇങ്ങനെ തമാശക്ക് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്കാണ് തെളിവ്. ലൗ മുത്തി ഖബ്ലി, നീ എൻ്റെ മുമ്പ് മരിക്കുകയാണെങ്കിൽ ലഗസ്സൽതുകി, ഞാൻ നിന്നെ കുളിപ്പിക്കും. അപ്പോൾ ഒരു ഭാര്യ മരിച്ചാൽ എന്ത് ചെയ്യാം? ഭർത്താവിന് മയ്യിത്ത് കുളിപ്പിക്കാം. അതുപോലെ തന്നെ അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യിത്ത് കുളിപ്പിക്കുന്നത് അസ്മാ റളിയല്ലാഹു അൻഹയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. അതുപോലെ തന്നെ ഫാത്തിമ ബി വസിയത്ത് ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണമായ പൊന്നുമോള് ഫാത്തിമയുടെ വസിയത്താണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കുളിപ്പിക്കേണ്ടത് ആരാ? ഫാത്തിമ ബിൻ്റെ ഭർത്താവ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് വസിയത്ത് ചെയ്തിരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് മയ്യിത്ത് കുളിപ്പിക്കാം, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്കും മയ്യിത്ത് കുളിപ്പിക്കാം. ഇതല്ലാതെ ഒരു സ്ത്രീയുടെ മയ്യിത്ത് കുളിപ്പിക്കാൻ വേറൊരു പുരുഷന് അനുവാദം ഇല്ല. ഒരു പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ വേറൊരു സ്ത്രീക്കും കുളിപ്പിക്കാൻ അനുവാദമില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമാണ് ഈ വിധികൾ ഉള്ളത്. എന്നാൽ 7 വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കുന്നതിൽ വിരോധവും ഇല്ല എന്നുള്ളതാണ്. ഇനി 4മത്തൊരു മസ്അല, ആർത്തവകാരിക്ക് മയ്യിത്ത് കുളിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആർത്തവകാരിക്ക് എന്തില്ല, പ്രത്യേകിച്ച് വിലക്കൊന്നുമില്ല. മയ്യിത്ത് കുളിപ്പിക്കാനും അതുപോലെ തന്നെ കഫൻ ചെയ്യാനും ഒക്കെ പറ്റും, അതിൽ വിരോധമൊന്നും ഇല്ല. അഞ്ചാമത്തേത്, കുളിപ്പിക്കുന്നവരെയും കഫൻ പൊതിയുന്നവരെയും മയ്യിത്ത് തിരിച്ചറിയുമെന്ന് ചിലരൊക്കെ പറയലുണ്ട്. ആരാണ് ആ മയ്യിത്ത് കുളിപ്പിക്കുന്നതെന്ന് ആ മയ്യത്തിന് മനസ്സിലാകും. എൻ്റെ വാപ്പയാണ് ഇപ്പം എന്നെ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മയ്യത്തിന് മനസ്സിലാകും. ആരാണ് എന്നെ കഫൻ ചെയ്യുന്നതെന്ന് എൻ്റെ മയ്യത്തിന് മനസ്സിലാകും എന്ന നിലക്ക് ആളുകൾ പറയാറുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയാണ്, അത് ഒരു അടിസ്ഥാനവും ഇല്ലാത്തൊരു വിശ്വാസമാണ്. കാരണം അങ്ങനത്തെ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? തെളിവ് വേണം. തെളിവില്ലാതെ അങ്ങനത്തെ ഒരു സംഗതി വിശ്വസിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി എന്ത് ചെയ്തിട്ടില്ല, സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അപ്പോൾ കുളിപ്പിക്കുന്നവരെയും കഫൻ ചെയ്യുന്നവരെയും ഒക്കെ മയ്യത്ത് തിരിച്ചറിയുമെന്ന് പറയുന്നതിന് അടിസ്ഥാനമൊന്നും ഇല്ല. 6മത്തെ മസ്അല, മയ്യത്ത് കുളിപ്പിച്ചാൽ വുദൂ മുറിയോ എന്നുള്ളതാണ്. മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഒരാൾ നിസ്കരിക്കണമെങ്കിൽ വുദൂ എടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഖുർആൻ ഓതണമെങ്കിൽ, അല്ലെങ്കിൽ വുദൂ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അയാൾക്ക് വുദൂ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് വിഷയം. എന്താണ്, മയ്യത്ത് കുളിപ്പിച്ചാൽ വുദൂ മുറിയോ? എന്താണ് നിങ്ങളെ അഭിപ്രായം? മുറിയൂല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ല മയ്യത്ത് ഓക്കെ. അല്ല എന്താ വെച്ചാൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ.
അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് മയ്യിത്ത് കുളിപ്പിച്ചാൽ വുളു മുറിയുമോ ഇല്ല എന്നുള്ളത്. അതിൽ നമ്മൾ അറിയേണ്ട ഒരു മസാല, അറിയേണ്ട ഒരു അടിസ്ഥാനം ഇതാണ്. ഒരാൾ വുളു എടുത്തു കഴിഞ്ഞാൽ അയാളുടെ വുളു മുറിഞ്ഞു എന്ന് പറയാനാണ് എന്ത് വേണ്ടത്? തെളിവ് വേണ്ടത്. ഒരാൾ വുളു എടുത്തിട്ടുണ്ട്, പിന്നെ അയാളുടെ വുളു മുറിഞ്ഞു എന്ന് പറയാനാണ് എന്ത് വേണ്ടത്? തെളിവ് വേണ്ടത്. ഒരാൾ വുളു എടുത്തു, അയാൾ മൂത്രമൊഴിച്ചു, അയാളുടെ വുളു മുറിഞ്ഞു. എന്താണ്? മൂത്രമൊഴിച്ചാൽ വുളു മുറിയുന്നുള്ളതിന് എന്തുണ്ട്? തെളിവുണ്ട്. ഒരാൾ വുളു എടുത്തു, അയാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അയാളുടെ വുളു മുറിയും. കാരണം വുളു മുറിയുന്നുള്ളതിന് എന്തുണ്ട്? തെളിവുണ്ട്. ഒരാൾ വുളു എടുത്തു, അയാൾ ഒട്ടകത്തിന്റെ മാംസം കഴിച്ചു, അയാളുടെ വുളു മുറിയും. കാരണം വുളു മുറിയും എന്നതിന് തെളിവുണ്ട്. അത് ഒട്ടകത്തിന്റെ മാംസത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. ആടിന്റെ മാംസം കഴിച്ചാൽ എന്ത് ചെയ്യൂല? വുളു മുറിയൂല. അല്ല ബീഫും പൊറാട്ടയും കഴിച്ചാൽ വുളു മുറിയില്ല, വായ കഴുകിയാൽ മതി. അപ്പോൾ ഇതൊക്കെ എന്താണ്? തെളിവുകൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ വുളു മുറിഞ്ഞു എന്ന് പറയാനാണ് എന്ത് വേണ്ടത്? തെളിവ് വേണ്ടത്. മയ്യിത്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ വുളു മുറിയും എന്ന് പറയാൻ എന്തില്ല? തെളിവില്ല. ഇമാം നവവി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, മയ്യിത്ത് കുളിപ്പിച്ചാൽ വുളു മുറിയും എന്നറിയിക്കുന്ന തെളിവുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ വുളു മുറിയില്ല എന്നതാണ് ശരിയായ അഭിപ്രായം. അല്ലാഹു അഅലം. ഇനി 7ാമത്തെ മസ്അല, മയ്യിത്ത് കുളിപ്പിച്ചാൽ കുളിപ്പിച്ചവർ കുളിക്കണമെന്നുള്ളതാണ്. മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുളിപ്പിച്ചവർ കുളിക്കണോ? അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. മൻ ഗസ്സല മയ്യിതൻ ഫൽയഗ്തസിൽ. ആര് മയ്യിത്ത് കുളിപ്പിച്ചുവോ അവനും കുളിക്കട്ടെ എന്നാണ്. മയ്യിത്ത് കുളിപ്പിച്ചവനും കുളിക്കട്ടെ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലക്ക് പറയുന്നത് ഈ ഹദീസ് ദഈഫാണ്, ദുർബലമാണ് എന്നാണ്. എന്നാൽ ഈ ഹദീസ് സ്വീകാര്യോഗ്യമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ നുഗസ്സിലുൽ മയ്യിത ഫമിന്നാ മൻ യഗ്തസിൽ വമിന്നാ മൻ ലം യഗ്തസിൽ. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുളിക്കാറുണ്ടായിരുന്നു, എന്നാൽ വേറെ ചില ആൾക്കാർ കുളിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ തന്നെ മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുളിച്ചിരുന്നവരുണ്ട്, കുളിക്കാത്തവരുണ്ട്. അപ്പം അതിന് നമുക്ക് എന്തായാലും ഒരു സംഗതി മനസ്സിലായി. മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഒരാൾ കുളിക്കുക എന്നുള്ളത് എന്തല്ല? നിർബന്ധമായൊരു സംഗതിയല്ല. നിർബന്ധമായൊരു കാര്യമാണെങ്കിൽ സ്വഹാബിമാരെല്ലാവരും കുളിക്കുമായിരുന്നു. ഇനി ആരെങ്കിലും കുളിക്കാത്തുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ പറയും മയ്യിത്ത് കുളിപ്പിച്ചാൽ കുളിക്കൽ നിർബന്ധമാണെന്നുള്ളത്. അപ്പോൾ കുളിക്കൽ നിർബന്ധമല്ല. ഇനി ഈ ഹദീസ് സ്വീകാര്യോഗ്യമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് അത് സുന്നത്ത് എന്ന നിലക്കുള്ള കൽപ്പനയാണ്. കുളിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്ക് കുറ്റമൊന്നും കിട്ടൂല, എന്നാൽ കുളിക്കലാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലക്ക് ആ അഭിപ്രായം പറഞ്ഞത് നമുക്ക് കാണാം. അപ്പം അതാണ്, മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമല്ല, എന്നാൽ കുളിക്കുകയാണെങ്കിൽ നല്ല കാര്യം. നിർബന്ധമായിട്ടും കുളിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇനി 8ാമത്തൊരു മസ്അല, മയ്യിത്ത് കുളിപ്പിക്കുന്നതിന് കൂലി വാങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കുളിപ്പിച്ചവരെന്താ ചെയ്യുക? അതിന് പൈസ വാങ്ങുക. നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ല. അങ്ങനെ വാങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. ചില നാടുകളിൽ വ്യാപകമായിട്ട് അത് കാണുകയും ചെയ്യാം. അപ്പം അത് പറ്റുമോ പറ്റൂലേ എന്നുള്ളതാണ് വിഷയം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയാണ്, ഒരാൾ ഷർത്തൊന്നും വെച്ചിട്ടില്ല. കുളിപ്പിക്കാൻ വന്നപ്പോൾ നിബന്ധന ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് ഇത്ര പൈസ കിട്ടണം, ഇത്ര പൈസ കിട്ടിയാൽ ഞാൻ കുളിപ്പിക്കാം. അങ്ങനെ നിബന്ധന ഒന്നും വെക്കാതെയാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്? വേറൊരാൾക്ക് പൈസ കൊടുക്കുന്നതെങ്കിൽ അതിലൊരു കുഴപ്പമില്ല. ഷർത്ത് വെക്കാതെ ഒരാൾക്ക് കുളിപ്പിച്ചു. അയാൾ കുളിപ്പിച്ചപ്പോൾ ഈ മയ്യത്തിൻ്റെ വീട്ടുകാരെന്ത് ചെയ്തു? സന്തോഷത്തിന് എൻ്റെ വാപ്പാൻ്റെ മയ്യത്ത് കുളിപ്പിച്ചല്ലേ നിൽക്ക് മോൻ എന്ത് ചെയ്തു? കുറച്ച് ക്യാഷ് അയാളുടെ കയ്യിൽ കൊടുത്തു. അതിനെന്തില്ല? ഒരു വിരോധവും ഇല്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടല്ലോ, മൻ സനഅ ഇലൈക്കും മഅറൂഫ ഫകാഫിഉ. ആരെങ്കിലും നിങ്ങൾക്കൊരു നന്മ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് പാരിതോഷികമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. നമുക്കൊരാൾ ഇങ്ങോട്ടൊരു നന്മ ചെയ്താൽ അങ്ങോട്ട് എന്തെങ്കിലും എന്ത് ചെയ്യുക? ഒരു പാരിതോഷികം കൊടുക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന വലിയൊരു മര്യാദയാണ്. ഒന്ന്, അത് ആ നന്മ ചെയ്യുന്നവർക്കുള്ളൊരു പ്രോത്സാഹനമാണ്. അപ്പം അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ആ നിലക്ക് എന്ത് ചെയ്യാം? മയ്യത്ത് കുളിപ്പിച്ചവർക്ക്, മയ്യത്ത് കഫൻ ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു ഡ്യൂട്ടി ആയിട്ട് ഏറ്റെടുത്ത ആൾക്കാരുണ്ടാകും. അവർക്കൊക്കെ അങ്ങനെ കൊടുക്കുന്നതിൽ എന്തില്ല? വിരോധമില്ല. ഷർത്തൊന്നും വെക്കാതെ, നിബന്ധന ഒന്നും വെക്കാതെ അങ്ങനെ കൊടുക്കുന്നത്
ഒരു പ്രശ്നമില്ലാത്ത സംഗതിയാണ്. എന്നാൽ അങ്ങനെ ഷർത്ത് വെച്ചിട്ടാണെങ്കിലോ, ഞങ്ങൾക്ക് ഇത്ര പൈസ വേണം മയ്യത്ത് കുളിപ്പിക്കുന്നതിന്, അതൊരു ജോലിയായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരും ഉണ്ടാകാം. അതിനും എന്തില്ല, വിരോധമൊന്നുമില്ല. അങ്ങനെ ക്യാഷ് വാങ്ങിയിട്ട് മയ്യത്ത് കുളിപ്പിക്കുന്നതിലും മയ്യത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും തെറ്റൊന്നും ഇല്ല. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയാണ്, അവിടെ അവരുടെ കൂലി എന്ത് ചെയ്യും, കുറയും. കാരണം ആഖിറത്ത് മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഒരാളും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കൂലി മാത്രം കൊതിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാളും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കൂലിക്ക് പുറമെ ദുനിയാവിലുള്ള ഒരു മെച്ചം കൂടി ആഗ്രഹിക്കുന്ന ഒരാളും ഒരുപോലെ അല്ലല്ലോ. അപ്പം ആ കൂലിയിൽ എന്തുണ്ടാകും, മാറ്റം ഉണ്ടാകും. എന്നാൽ അത് വിലക്കപ്പെട്ട സംഗതിയോ പാടില്ലാത്തൊരു കാര്യമോ അല്ല എന്താണ് വിഷയം. ഈ മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫർള് കിഫായയാണ്. ഒരാൾ ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ഒരു നാട്ടിൽ ഒരാൾ മരിച്ചു, അയാളുടെ മയ്യത്ത് ആരും കുളിപ്പിച്ചില്ല എങ്കിൽ എല്ലാവരും എന്താണ്, കുറ്റക്കാരാണ്. അപ്പൊ ഫർള് കിഫായ ആയ ഒരു സംഗതിക്ക് കിട്ടുന്ന വലിയ കൂലിയുണ്ട്. ആ കൂലി എന്ത് ചെയ്യും, ഇങ്ങനെ പൈസയൊക്കെ പകരമാക്കി കുളിപ്പിക്കുമ്പോൾ കുറയും, അതിൽ മാറ്റമുണ്ട് എന്നൊക്കെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അത് വിലക്കപ്പെട്ടൊരു സംഗതിയല്ല, അങ്ങനെ കൊടുക്കുന്നതിന് വിരോധമില്ല. അത് നന്മ ചെയ്യുന്നവർക്കുള്ള ഒരു പ്രോത്സാഹനമായിട്ട് അങ്ങനെ കൊടുക്കാവുന്നതും ആണ്. ഇനി 9ാമത്തെ മസ്അല, മയ്യിത്ത് കുളിപ്പിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന കൂലിയാണ്. ഒരാൾ മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രതിഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗസ്സല മയ്യിതൻ, ആരെങ്കിലും ഒരു മയ്യിത്ത് കുളിപ്പിച്ചു, ഫകതമ അലൈഹി, ആ മയ്യിത്തിന്റെ ന്യൂനത മറച്ചു വെക്കുകയും ചെയ്തു, ഗഫറല്ലാഹു ലഹു 40 മറ, 40 തവണ അള്ളാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കുന്ന പറഞ്ഞത്. ഇത് ഇമാം ഹാക്കിം റഹിമഹുല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതുപോലെ തന്നെ ഇമാം അൽബാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ സ്വഹീഹു തർഗീബിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചു, ആ മയ്യത്തിൻ്റെ ന്യൂനത മറച്ചു വെക്കുകയും ചെയ്താൽ 40 തവണ അള്ളാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കുന്നതാണ്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്, മയ്യത്തിൻ്റെ ന്യൂനത മറച്ചു വെക്കുക എന്നുള്ളത്. ഈ മയ്യത്തിൻ്റെ ന്യൂനത 2 നിലക്കുണ്ടാകും. ഒന്ന് മയ്യത്തിൻ്റെ ഒരു അവസ്ഥയായിരിക്കും. ഒരാൾ മരിച്ച സമയത്ത് കുളിപ്പിക്കുന്ന ആളുകൾ കാണുന്നത് അയാളുടെ ഒരു ഇരുണ്ട മുഖമാണ്. അപ്പോൾ ഇവർക്ക് കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ്, ആ മുഖം കാണുമ്പോൾ തന്നെ ഒരു ഭയം. അല്ലെങ്കിൽ ആ മയ്യത്തിൻ്റെ മുഖം കോടിയിട്ടുണ്ട്, ആ മയ്യത്ത് എന്തോ പേടിച്ച പോലെയാണ് കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ എന്താ ചെയ്യുക, ചിലപ്പോൾ കുളിപ്പിക്കുന്ന ആളുകൾക്ക് തോന്നാം. ഇതൊക്കെ എന്താ വെച്ചാൽ മയ്യത്തിൻ്റെ ന്യൂനതയാണ്. മുഖം കറുത്തു, മുഖം ഇരുണ്ടു, ആ മയ്യത്തിന് മുഖത്തൊരു വെളിച്ചമില്ല, അയാളിങ്ങനെ ആകെ പേടിച്ച് കിടക്കുന്ന പോലെ നമുക്ക് തോന്നിയത്. ഇതൊക്കെ ആ മയ്യത്തിൻ്റെ ആ ഒരു ന്യൂനതയാണ്, ആ മയ്യത്തിനുള്ള അവസ്ഥയിലുള്ള ന്യൂനതയാണ്. രണ്ടാമത്തെ ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് മയ്യത്തിനുണ്ടാകുന്ന ന്യൂനതകളാണ്. എന്താപ്പോൾ ആ മയ്യത്തിൻ്റെ മുട്ടുംകാലം മുഴുവൻ ചൊറിഞ്ഞ് ആകെ ചീഞ്ഞ് കിടക്കുകയാണ്, അത് ആ ശരീരത്തിലുള്ളൊരു ന്യൂനതയാണ്. അല്ലെങ്കിൽ ആ മയ്യത്തിൻ്റെ ഒരു മറുക്, ആ മയ്യത്തിൻ്റെ ശരീരത്തിലുള്ള ഒരു അടയാളം, ഇതൊക്കെ അയാൾ വളരെ രഹസ്യമായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്ത് വന്നിട്ട് മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം അയാളുടെ ശരീരത്തിൽ അവിടെ പാടുണ്ട്, ഇവിടെ പാടുണ്ട്, ഇവിടെ അടയാളമുണ്ട്, അവിടെ ചൊറിയാണ്, ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തു വന്ന് പറയാൻ പാടില്ല. നിർബന്ധമായിട്ടും ആ മയ്യത്തിൻ്റെ ന്യൂനത നമ്മൾ മറച്ചു വെക്കുക തന്നെ ചെയ്യണം. അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുകയും ന്യൂനത മറച്ചു വെക്കുകയും ചെയ്തവർക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കൂലി കിട്ടുക. എന്നാൽ നല്ല കാര്യമാണെങ്കിലോ, മയ്യത്തിന് നല്ലൊരു കാര്യമാണ് കണ്ടത് എങ്കിൽ അത് പരസ്യപ്പെടുത്തുന്നത് എന്തില്ല, തെറ്റില്ല, അത് നല്ല കാര്യമാണ്. ഇപ്പം നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്തിൻ്റെ മുഖം പ്രകാശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയാം, ആ മയ്യത്ത് ഇങ്ങനെ ചിരിച്ച് കിടക്കുന്ന പോലെ നമുക്ക് തോന്നുകയാണ്, അയാളുടെ മുഖത്തൊരു വെളിച്ചമുണ്ടായിരുന്നു, അതൊക്കെ നല്ലൊരു അടയാളമാണ്. അതെന്താ നമുക്ക് പുറത്തു നിന്നിട്ട് ആളുകളോട് പറയാം. ഒന്നത് ആ മയ്യത്തിനെ പുകഴ്ത്തി പറയലാണ്, അത് വേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു സംഗതി, അത് ബാക്കിയുള്ളവർക്കും കൂടിയുള്ളൊരു പ്രോത്സാഹനമാണ്. നല്ല നിലക്കൊക്കെ ജീവിച്ച ഒരാളാണ്, 5 നേരം പള്ളി വന്നിട്ട് നിസ്കരിച്ചു, ദീനീ രംഗത്തൊക്കെ സജീവമായിരുന്നു, ദാവാ രംഗത്ത് മൂപ്പര് ഉഷാറായിരുന്നു, അങ്ങനത്തെ ഒരാളാണ് മരിച്ചത്. അപ്പോൾ മൂപ്പരെ മുഖത്താണ് ഈ അടയാളങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ അത് ബാക്കിയുള്ളവർക്കും കൂടിയുള്ള ഒരു പ്രോത്സാഹനമാണ്, മൂപ്പരെ പോലെ ജീവിക്കാനും അതുപോലെ നന്മകളിൽ മുന്നേറാനൊക്കെ ഉള്ള ഒരു
പ്രേരണയാണ്. അപ്പം നല്ല കാര്യങ്ങളാണ് കണ്ടത് എങ്കിൽ പുറത്തു പറയാം, അതല്ലാത്ത കാര്യങ്ങളാണ് എങ്കിൽ അത് പുറത്തു പറയാൻ പാടില്ല എന്നതാണ്. ഇവിടെയൊക്കെ നമ്മുടെ ദീൻ ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് എത്രത്തോളം വില കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മരിച്ചു കഴിഞ്ഞാലും ഒരാളുടെ അഭിമാനത്തിന് എന്തുണ്ട്? വിലയുണ്ട്, ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല. അപ്പം മരിച്ചവർക്ക് അത്ര വിലയുണ്ട് എങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് എത്ര വിലയുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി അടുത്തൊരു മസ്അല, മഴവെള്ളം കൊണ്ട് സംസം വെള്ളം കൊണ്ടൊക്കെ മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ വിധി എന്താണ്? അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രേഷ്ഠതയുണ്ടോ എന്നുള്ളതാണ്. സംസം വെള്ളം മാഉൻ മുബാറക്കാണ്, അനുഗ്രഹീതമായ വെള്ളമാണ്, ബറക്കത്തുള്ള വെള്ളമാണ്. അപ്പം സംസം വെള്ളം കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് പ്രത്യേകത ഉണ്ടാവൂലേ? ഉണ്ടാവോ? ഇല്ല. സംസം വെള്ളം കൊണ്ട് അതുപോലെ തന്നെ മഴവെള്ളം കൊണ്ടൊക്കെ മയ്യത്ത് കുളിപ്പിക്കുന്നത് എന്തില്ല? പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നും ഇല്ല. മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളം എന്തായിരിക്കണം? തൊഹൂറായിരിക്കണം, ശുദ്ധിയുള്ള വെള്ളമായിരിക്കണം. നജസുള്ള വെള്ളം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂല, ശുദ്ധിയാക്കാൻ പറ്റൂല. അപ്പോൾ ശുദ്ധിയുള്ള വെള്ളമാകണമെന്നേ നിബന്ധനയുള്ളൂ. അത് മഴവെള്ളം ആകയാൽ അല്ലെങ്കിൽ സംസം വെള്ളം ആയാൽ അതിനൊരു പ്രത്യേകതയും ഇല്ല. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് സ്വഹാബിമാർ എന്ത് ചെയ്യുമായിരുന്നു? സംസം വെള്ളം കൊണ്ട് കുളിപ്പിക്കുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹും, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മരിച്ചല്ലോ. അപ്പോൾ സംസം വെള്ളം കൊണ്ട് കുളിപ്പിക്കുന്നതിന് എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ മയ്യത്ത് സ്വഹാബിമാർ സംസം വെള്ളം കൊണ്ട് കുളിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്വഹീഹായ ഹദീസോ ദഈഫായ ഹദീസോ എന്ത് ചെയ്തിട്ടില്ല? ഈ സംസം വെള്ളം കൊണ്ടൊക്കെ മയ്യത്ത് കുളിപ്പിക്കുന്ന വിഷയത്തിൽ അതിനെന്തെങ്കിലും പ്രത്യേക ശ്രേഷ്ഠതയുള്ളതായിട്ട് വന്നിട്ടില്ല എന്നതാണ്. അപ്പോൾ മഴവെള്ളം ആയാലും സംസം വെള്ളം ആയാലും അങ്ങനത്തെ ഒരു പ്രത്യേക താല്പര്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ കാണിച്ചിട്ടില്ല. അപ്പം അതിനുവേണ്ടി നമ്മൾ വെറുതെ നമ്മുടെ സമയവും നമ്മുടെ പണവും ഒന്നും ചെലവഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരാൾ കുറേ തിന്മകൾ ചെയ്ത് താൻ തോന്നിയായിട്ട് ജീവിച്ചു, അയാൾ സംസം വെള്ളം കൊണ്ട് കുളിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എന്തൊരു കാര്യമുണ്ടോ? മഴവെള്ളം കൊണ്ട് കുളിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇമാമിങ്ങളും 4 മദ്ഹബിലെ ഇമാമാരൊന്നും അങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റൂല എന്നുള്ളതാണ്. അതിലൊന്നും എന്തില്ല, പ്രത്യേകതയായിട്ടൊന്നുമില്ല. കടലിലെ വെള്ളത്തിന് മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് പ്രത്യേകത ഒന്നുമില്ല. കടലിലെ വെള്ളം എന്താണ്? ശുദ്ധിയുള്ള വെള്ളമാണോ? ആണോ? ഒരാള് കടലിലെ വെള്ളത്തിൽ നിന്ന് ഒളു കൊടുത്തു, ഒളു ചെയ്തിട്ട് നിസ്കരിച്ചു, നിസ്കാരം ശരിയാവോ? ശരിയാവും. കടലിലെ വെള്ളം എന്താണ്? മാഉൻ തൊഹൂറാൻ. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബിമാർ എന്ത് ചെയ്തിരുന്നു? കടലിലൂടെ യാത്ര ചെയ്തിരുന്നു. അപ്പോൾ കടലിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അവരടുത്ത് കുറച്ച് വെള്ളമുള്ളത്, അത് കുടിക്കാനേ തികയുള്ളൂ. ആ വെള്ളം കുടിക്കുകയും അതുകൊണ്ട് വുളു ചെയ്യുകയും ചെയ്താൽ പിന്നെ കുടിക്കാൻ എന്തുണ്ടാവില്ല? വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ വിഷയം പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടലിലെ വെള്ളത്തെ പറ്റി പറഞ്ഞത് ഹുവ ത്വഹൂറു മാഉഹു അൽ ഹില്ലു മൈതതുഹു. കടലിലെ വെള്ളം ശുദ്ധിയുള്ളതാണ്. കടലിലെ വെള്ളം ശുദ്ധിയുള്ളതാണ്, അതിലെ ശവം ഹലാലാണ്. ശരിക്കും ശവം നമുക്ക് എന്തല്ല? അനുവദനീയല്ലല്ലോ. ഒരാട് ചത്തു, ആടിന് തിന്നാൻ പറ്റുമോ? ഒരു പശു ചത്തു, ഒരു പോത്ത് ചത്തു, ആ ചത്ത പോത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല? തിന്നാൻ പറ്റൂല. അറുത്താലേ തിന്നാൻ പറ്റുള്ളൂ. ചത്തതിന് ഇറക്കാൻ പറ്റൂല, അറുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോത്തിന് തിന്നാൻ പറ്റുള്ളൂ. എന്നാൽ കടലിലെ ജീവിയാണെങ്കിൽ ചത്താലും എന്ത് ചെയ്യാം? കഴിക്കാം. കടലിലെ ജീവികൾ ചത്താലും നമുക്ക് അനുവദനീയമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹുവ ത്വഹൂറു മാഉഹു അൽ ഹില്ലു മൈതതുഹു. ആ കടലിലെ വെള്ളം ശുദ്ധിയുള്ളതാണ്, അതിലെ ശവങ്ങൾ നിങ്ങൾക്ക് അനുവദനീയമാണ്. അപ്പോൾ കടലിലെ വെള്ളം എന്നുള്ളത് തൊഹൂറായ വെള്ളമാണ്, ശുദ്ധിയുള്ള വെള്ളമാണ്. ആ കടലിലെ വെള്ളം കൊണ്ട് എന്ത് ചെയ്യാം? മയ്യത്ത് കുളിപ്പിക്കാം. കുളിപ്പിക്കുന്നതിൽ വിരോധമോ വിലക്കോ ഒന്നും ഇല്ല. എന്നാൽ അങ്ങനെ കടലിലെ വെള്ളം കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് പ്രത്യേകതയൊന്നും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. ഇല്ല, അങ്ങനെ കണക്കില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, മയ്യത്തിന് ഒരു തവണ കുളിപ്പിക്കുക എന്നുള്ളത് എന്ത്? നിർബന്ധമായ സംഗതി.
ഒരു തവണ മയ്യത്തിനെ കുളിപ്പിച്ചാൽ നിർബന്ധമായ ബാധ്യത വീടി. എന്നാൽ 2, 3 ഒക്കെ ആവുമ്പോൾ ഏറ്റവും നല്ലതാണ്. എന്നാൽ 3 തവണ കുളിപ്പിച്ചു എന്നിട്ട് മയ്യത്ത് ശുദ്ധിയായിട്ടില്ല നമുക്ക് തോന്നുകയാണെങ്കിൽ കൂടുതൽ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യാം, കുളിപ്പിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലിമിറ്റൊന്നും വന്നിട്ടില്ല. 5 തവണ കഴുകി 5 തവണ കുളിപ്പിച്ചു, ശുദ്ധിയായിട്ടില്ല, 7 തവണ കുളിപ്പിക്കാം. 7 തവണ കുളിപ്പിച്ചിട്ടും മയ്യത്ത് ശുദ്ധിയായിട്ടില്ല നമുക്ക് തോന്നുന്നെങ്കിൽ 9 തവണ കുളിപ്പിക്കാം. ഒറ്റയാക്കി കുളിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ളലായിട്ട്, അതാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഉമ്മു അതിയ റളിയല്ലാഹു അൻഹയോടൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അതാണ്, ഒറ്റയാക്കി നിർത്തുക. എന്നാൽ ഒരാൾ ഇരട്ടയാക്കി നിർത്തിയാൽ അയാൾക്ക് സുന്നത്ത് കിട്ടൂല, കുളിയെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലിമിറ്റ് ഇത്ര വെള്ളമേ പാടുള്ളൂ എന്നൊന്നുമില്ല. മയ്യത്ത് ശുദ്ധിയാകുന്നവരെ എന്ത് ചെയ്യാം, വെള്ളം ഉപയോഗിച്ച് കുളിപ്പിക്കാമെന്നതാണ് വിഷയം. അല്ലാഹു അഅലം. ഇനി അടുത്തൊരു വിഷയമാണ്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിഷയം തന്നെയാണ്, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അയാളുടെ കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു രീതി, ഒരാൾ മരിച്ചിട്ടുണ്ടാകും, 1 ദിവസവും 2 ദിവസവും 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അയാളുടെ മറമാടൽ നടക്കുക. കാരണം മോന് സൗദിയിൽ നിന്ന് വരാനുണ്ട്, മറ്റോന് ഓസ്ട്രേലിയയിലാണ്, ഇവന് യൂറോപ്പിലാണ്. എന്നിട്ട് അവരൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയായി ആ മക്കൾ വരാൻ എന്ത് ചെയ്യുക, കാത്തിരിക്കുക. എന്നിട്ട് 1 ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ ഈ മയ്യത്ത് ഇങ്ങനെ ഫ്രീസറിൽ വെക്കുക. അതെന്തല്ല, ശരിയായ രീതിയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്രിഉ ബിൽ ജിനാസ, ജിനാസയുടെ കാര്യത്തിൽ, മയ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ധൃതി കാണിക്കണം. എത്രയും പെട്ടെന്ന് മയ്യത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനമാക്കി കൊടുക്കണം. ഫഇൻ തകു സാലിഹതൻ ഫഖൈറുൻ തുഖദ്ദിമൂനഹാ ഇലൈഹി, അയാൾ നല്ലൊരു മനുഷ്യനാണ് എങ്കിൽ, നല്ല നിലക്ക് ജീവിച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് ഖബറിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള എന്താണ്, സ്വർഗത്തിലെ സുഖാനുഭൂതികളാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ അയാളെ വൈകിപ്പിക്കുന്നത്? അയാൾ പെട്ടെന്ന് അവിടെ എത്തിക്കോട്ടെ. ആ മയ്യത്തിനോട് കാണിക്കുന്ന ആദരവാണത്. ഈ 2-3 ദിവസം മയ്യത്തിനെ പിടിച്ചു വെക്കുക എന്നുള്ളത് മയ്യത്തിനോട് കാണിക്കുന്ന അനാദരവാണ്, ചെയ്യാൻ പാടില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ തകു ഗൈറ ദാലിക ഫശർറുൻ തദഊനഹു അൻ റിഖാബിക്കും, ഞാൻ മയ്യത്ത് ഒരു ചീത്ത മയ്യത്താണെങ്കിൽ, അതൊരു മോശമായ മനുഷ്യന്റെ മയ്യത്താണെങ്കിൽ എന്തിനാണ് അയാൾ നിങ്ങളെ പെരടിയിൽ ചുമന്ന് നിൽക്കുന്നത്? അയാൾ പെട്ടെന്നുണ്ട് പോയിക്കോട്ടെ എന്നുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഈ നല്ല മയ്യത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് മയ്യത്ത് കട്ടിൽ നിന്ന് വിളിച്ചു പറയുന്നതാണ്, നമ്മളത് കേൾക്കുന്നില്ല. എന്നാൽ മയ്യത്ത് കട്ടിൽ നിന്ന് വിളിച്ചു പറയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്താ വിളിച്ചു പറയുന്നത്? ഖദ്ദിമൂനി ഖദ്ദിമൂനി, നിങ്ങൾ വേഗം കൊണ്ടുപോയിക്കോളി, വേഗം കൊണ്ടുപോയിക്കോളി, പെട്ടെന്ന് ധൃതി കാണിക്കൂ എന്ന് ആ മയ്യത്ത് വിളിച്ചു പറയുന്നതാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ആ മയ്യത്തിന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് അതൊക്കെയാണ്. അപ്പോൾ ആ മയ്യത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ആ സുഖങ്ങളിൽ നിന്നും അനുഭൂതികളിൽ നിന്നും വൈകിപ്പിക്കാൻ പാടില്ല എന്നതാണ് വിഷയം. അപ്പോൾ മക്കൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എങ്കിൽ അവർക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. അവർക്ക് മയ്യത്ത് നിസ്കാരത്തിൽ അപ്പം പങ്കെടുക്കാൻ പറ്റൂല, ബാപ്പാന്റെ ഖബറിന്റെ അരികിൽ വന്നിട്ട് എന്ത് ചെയ്തോട്ടെ, മയ്യത്ത് നിസ്കരിച്ചോട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ മറമാടിയതിനു ശേഷം ഖബറിൽ ചെന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി അടിച്ചു വാരിയുന്ന സ്വഹാബി വനിത മരിച്ചു, ആ വിവരം നബി അറിഞ്ഞിട്ടില്ല. അടുത്ത ദിവസം അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബറിന്റെ അരികിൽ ചെന്നിട്ട് നിസ്കരിച്ചു. ഉമ്മു സഅദ റളിയല്ലാഹു അൻഹ മരിച്ച സമയത്ത് റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1 മാസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഖബറിന്റെ അരികിൽ ചെന്നിട്ട് നിസ്കരിക്കുന്നത്. അപ്പം മോനക്ക് 1-2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരാൻ കാത്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരണമെങ്കിൽ ഓൻ വന്നിട്ട് പിന്നെ എന്ത് ചെയ്തോട്ടെ, പാപ്പാന്റെ ഖബറിന്റെ അരികിൽ പോയിട്ട് നിസ്കരിച്ചോട്ടെ എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ മയ്യത്തിന്റെ കാര്യങ്ങൾ തീരുമാനമാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ നോക്കിയ സമയത്ത് ഷെയ്ഖ് അസീസ് ഫർഹാൻ അൽ അൻസി ഹഫിദുല്ലാ അദ്ദേഹത്തിൻ്റെ ഒരു ഫത്വ കണ്ടു. അപ്പോൾ അദ്ദേഹം ആ സംസാരത്തിൽ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഫർള് നിസ്കാരം കഴിഞ്ഞു, പള്ളിയിലേക്ക് ജനാസ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് ആളുകൾ നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യട്ടെ, ജനാസ നിസ്കാരം നിസ്കരിച്ച് മയ്യത്തിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കട്ടെ എന്നാണ്. അപ്പം അത്രക്കും ധൃതി കാണിക്കണമെന്ന് ചുരുക്കം. അപ്പം അവിടെ ആ മയ്യത്തിനെ ഇങ്ങനെ പിടിച്ചു വെക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല, അത് നമ്മൾ ഒഴിവാക്കേണ്ട വിഷയമാണ്.
ഇനി അടുത്തൊരു മസ്അല, പ്രായപൂർത്തിയാകാത്തവർക്ക് മയ്യിത്ത് കുളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരു കുട്ടി, അവർക്ക് 12 വയസ്സാണ്, പ്രായപൂർത്തിയായിട്ടില്ല എന്ന് വിചാരിക്കുക അല്ലെ. ഒരാൾക്ക് പ്രായപൂർത്തിയാകണമെങ്കിൽ 3 അടയാളങ്ങളാണ് അല്ലേ. ആൺകുട്ടിയാണെങ്കിൽ പ്രായപൂർത്തിയാകണമെങ്കിൽ 3 കാര്യങ്ങളാണ്, പെൺകുട്ടിയാണെങ്കിൽ 4 കാര്യങ്ങളാണ്. എന്തൊക്കെ 3 കാര്യങ്ങൾ? ഒന്ന്, 15 വയസ്സ് തികയുക. 15 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും എന്തായി? പ്രായപൂർത്തിയായി. പിന്നെ അവർക്ക് ഇസ്ലാമിൻ്റെ വിധികളും കാര്യങ്ങളൊക്കെ ബാധകമാണ്. രണ്ടാമത്തൊരു കാര്യം, അവരുടെ സ്വകാര്യ ഭാഗത്ത് രോമം മുളക്കുക എന്നുള്ളതാണ്. സ്വകാര്യ ഭാഗത്ത് രോമം മുളച്ചു കഴിഞ്ഞാൽ 15 വയസ്സാവണമെന്നില്ല, ഏതെങ്കിലും ഒരു അടയാളം ഉണ്ടായാൽ മതി. ഈ 3-ൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ അവർക്ക് പ്രായപൂർത്തിയായി. പെണ്ണുങ്ങളാണെങ്കിൽ 4-ൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ പ്രായപൂർത്തിയായി. അപ്പം രണ്ടാമത്തെ സ്വകാര്യ ഭാഗത്ത് രോമം മുളക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് സ്ഖലനം ഉണ്ടാവുക എന്നതാണ്. ഇത് 3-ൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ പ്രായപൂർത്തിയായി. പെൺകുട്ടിയാണെങ്കിൽ ഒന്നുകൂടി ഉണ്ടാവും. അതെന്താണ്? അവരുടെ ഹൈലാണ് അല്ലേ, പിരീഡ്, അവരുടെ ആർത്തവമാണ്. അപ്പോൾ ഈ 4-ൽ ഏതെങ്കിലും ഉണ്ടായാൽ പ്രായപൂർത്തിയാകും. അപ്പോൾ പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് മയ്യിത്ത് കുളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം. പറ്റുമോ? ഒരു 12 വയസ്സായ കുട്ടിക്ക് മയ്യിത്ത് കുളിപ്പിക്കാൻ പറ്റുമോ? കുളിപ്പിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, ധൈര്യം ഉണ്ടായാൽ മതി അല്ലേ. മയ്യിത്ത് കിടക്കുന്നതും മയ്യിത്തിന് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ആകെ പിന്നെ ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? നെട്ടി നീക്കാൻ പാടില്ല. ഒരു ദിവസം മയ്യിത്ത് കുളിപ്പിച്ചിട്ട് പിന്നെ ഒരു മാസം അവർക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ധൈര്യമൊക്കെ ഉള്ളൊരു കുട്ടിയാണെങ്കിൽ അവർക്ക് മയ്യിത്ത് കുളിപ്പിക്കാൻ കഴിയുമെങ്കിൽ കുളിപ്പിക്കുന്നതിൽ എന്തില്ല, വിരോധമില്ല. കാരണം മയ്യിത്ത് കുളിപ്പിക്കാൻ പ്രായപൂർത്തിയാകണമെന്ന ഷർത്തില്ല, നിബന്ധനയില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, മയ്യിത്ത് കുളിപ്പിക്കുന്ന ഒരാൾ ആഖിലായിരിക്കണം, ബുദ്ധിയുള്ള ആളായിരിക്കണം, അതുപോലെ തന്നെ മുമയ്യസ് ആയിരിക്കണം, കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആളും ആയിരിക്കണം. എന്നാൽ ബാലിഗാകണം, ബുലൂഗെത്തണം, പ്രായപൂർത്തിയാകണം എന്ന് നിബന്ധനയില്ല. അപ്പോൾ ഇതാണ് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാം? മയ്യിത്ത് കുളിപ്പിക്കാം. എന്നാൽ ഈ പറഞ്ഞ പോലെ വകതിരിവെത്തണം, ബുദ്ധി ഉണ്ടാകണം. ഇനി ചെറിയൊരു കുട്ടിയാണ് മരിച്ചത്, 1 മാസം പ്രായമായൊരു കുട്ടിയാണ് മരിച്ചത്. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കണോ? 1 മാസം പ്രായ ഒരു കുട്ടിയാണെങ്കിൽ വേണ്ട, ഐക്യകണ്ഠേന തീരുമാനമായി വേണ്ടെന്നാണ് എല്ലാവരും അഭിപ്രായം. ഇജ്മാ, പണ്ഡിതന്മാർ ഏകാഭിപ്രായത്തിൽ നിസ്കരിക്കണം. ഇഖ്തലഫൽ ഉലമാ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമായി. 1 മാസം ആണെങ്കിലും എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അതായത് ഉമ്മയുടെ വയറ്റിൽ 4 മാസം കിടന്നിട്ടാണ് ഒരു കുട്ടി പുറത്തേക്ക് വരുന്നത് എങ്കിൽ അതിന് മനുഷ്യന്റെ വിധിയാണ് ഉണ്ടാവുക. കാരണം 4 മാസം കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്തു? മലക്ക് റൂഹ് ഊതി. ആ കുട്ടിക്ക് എന്തുണ്ട്? ജീവനുണ്ട് 4 മാസം കഴിഞ്ഞാൽ. ഈ 4 മാസം കഴിഞ്ഞാലും മനുഷ്യ രൂപത്തിലായിട്ടുണ്ടാവില്ല, അതിന് കയ്യോ കാലൊന്നും വന്നിട്ടുണ്ടാവില്ല, പൂർണ്ണമായൊരു രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, ഒരു ഇറച്ചി കഷ്ണൊക്കെ ആയിരിക്കും. എന്നാലും അതിന് എന്തിൻ്റെ വിധി കിട്ടും? മനുഷ്യന്റെ വിധിയാണ് ഉണ്ടാവുക. അപ്പം 4 മാസത്തിന് ശേഷമാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെങ്കിൽ, ജീവനോട് കൂടി വന്നാലും ജീവനില്ലാതെ വന്നാലും 4 മാസം കഴിഞ്ഞാൽ വരുന്നത് ജീവനോട് കൂടി എന്തായാലും വരൂല. അപ്പോൾ അങ്ങനെ പുറത്ത് വന്നാൽ എന്ത് ചെയ്യണം? ആ കുട്ടിയെ കുളിപ്പിക്കണം, ആ കുട്ടിയെ കഫൻ ചെയ്യണം, ആ കുട്ടിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കണം, ആ കുട്ടിക്ക് വേണ്ടി അഖീഖ അറുക്കണമെന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ പറ്റും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ആ കുട്ടി ആഖിറത്തിൽ ആ മാതാപിതാക്കൾക്ക് വേണ്ടി ശഫാഅത്ത് പറയും, ശുപാർശ പറയുന്നൊക്കെ. അപ്പോൾ അവർക്ക് മനുഷ്യന്റെ വിധി തന്നെയാണ് ഉണ്ടാവുക. 4 മാസം കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി പുറത്തിരുന്നെങ്കിൽ. അപ്പോൾ 1 മാസം പ്രായമായ കുട്ടിയാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യണം? കുളിപ്പിക്കണം. ചെറിയ കുട്ടിയാണെങ്കിലും മയ്യിത്ത് കുളിപ്പിക്കണം എന്നതാണ് ശരിയായ അഭിപ്രായം. കേട്ടില്ല? DNC എനിക്ക് എന്താ സംഭവം മനസ്സിലായില്ല. 4 മാസം കഴിഞ്ഞിട്ട് പാടില്ല. 4 മാസം കഴിഞ്ഞിട്ട് അങ്ങനെ അതെന്ന് വെച്ചാൽ ഒന്ന് ഉമ്മയുടെ ജീവൻ അപകടത്തിലാവുക എന്നുള്ളതാണ് വിഷയം. അബോർഷനല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്? ഉമ്മയുടെ ജീവൻ അപകടത്തിലാണ്. അങ്ങനത്തെ അവസ്ഥ വരുമ്പോഴാണ് അത് പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുള്ളത് തന്നെ. ശക്തമായ ഭാഷയിൽ വിലക്കപ്പെട്ട സംഗതിയാണ് ഈ അബോർഷൻ എന്നുള്ളത്. അപ്പോൾ അത് ന്യായമായ ആ വിഷയം ഹുക്കുമ അറിയല്ല, ഹുക്കുമ അറിയാൻ പറ്റിയ അത്രക്കും ഗൗരവമുള്ള വിഷയമാണ് അത്. അപ്പം അത് എൻ്റെ ഹുക്കുമ ഞാൻ പറയുന്നില്ല, അത്
പാടില്ലാത്ത സംഗതിയാണ്. അത്രക്കും അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം അനുവാദമുള്ളൊരു വിഷയമാണത്. അല്ലാഹു അലം. ആ ഉം 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 അതായത് ഒരു മയ്യിത്ത്, ആ മയ്യിത്ത് വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചാൽ ആകെ തീരുമാനമാകും. കാരണം വെള്ളം ഒഴിച്ച് കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആ മയ്യിത്ത് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് വിഷയം. നമുക്ക് ശരീരത്തിൽ വെള്ളം നനക്കാൻ പറ്റാത്ത സമയത്ത് നമ്മളെങ്ങനെ വുളു എടുക്കുക? തയമ്മം ചെയ്യും അല്ലേ? ജനാപത്തുകാരനായാൽ കുളിക്കാൻ പറ്റൂല എങ്കിൽ എന്ത് ചെയ്യും? തയമ്മം ചെയ്യും. അപ്പം മയ്യിത്തിനും വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല എങ്കിൽ എന്ത് ചെയ്യുക? തയമ്മം ചെയ്യുക എന്നുള്ളതാണ് വിഷയം. ഈ വെള്ളം ഒഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇപ്പം ചില ഭാഗങ്ങൾ വെള്ളം തട്ടുന്നതിൽ എന്തുണ്ടാവില്ല? പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ തലയുടെ ഭാഗത്ത് മാത്രം വെള്ളം തട്ടുന്നതായിരിക്കും പ്രശ്നം ഉണ്ടാവുക. അത് നമ്മൾ മരിച്ചവർ മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവർ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ജനാപത്തുകാരായിട്ടുണ്ടാവും, അത് നമുക്ക് തല നനക്കാൻ പറ്റൂല. തല നനക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യും? തയമ്മം ചെയ്യും. അത് ശരിയല്ല. തല നനക്കാൻ പറ്റൂലെങ്കിൽ എന്ത് ചെയ്യുക? ബാക്കിയുള്ള ഭാഗങ്ങൾ സാധാരണ കുളിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം? വെള്ളം ഒഴിച്ച് കുളിക്കണം. അപ്പം നമ്മളെ കയ്യിൽ പ്ലാസ്റ്റർ ഉണ്ടാകും. കയ്യിൽ പ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചില ആൾക്കാർ തയമ്മം ചെയ്യും, വുളു ചെയ്യൂല, തയമ്മം ചെയ്യും. അതല്ല അവിടെ ശരി. അവിടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എങ്ങനെയാണോ നമ്മൾ സാധാരണ വുളു ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യണം? വുളു ചെയ്യണം. ഇപ്പം നമ്മളെ ഇടത്തെ കയ്യിലാണ് എന്തുള്ളത്? പ്ലാസ്റ്റർ ഉള്ളത്. വലത് കൈ എന്ത് ചെയ്യണം? കഴുകണം, വെള്ളം കൊണ്ട് തന്നെ കഴുകണം. ഇപ്പം ഇടത് കയ്യിൽ തന്നെ ഈ കൈപ്പത്തി പുറത്താണ്, കൈപ്പത്തി പ്ലാസ്റ്ററിൻ്റെ പുറത്താണ്. അതുപോലെ തന്നെ മുട്ടിൻ്റെ തൊട്ട് മുമ്പായിട്ട് പ്ലാസ്റ്റർ അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്ററിന് മുകളിൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? തടവേണ്ടത്. ഈ കൈപ്പത്തി എന്ത് ചെയ്യണം? കഴുകണം. ഈ ഒഴിഞ്ഞു കിടക്കുന്ന മുട്ട് വരെയുള്ള ഭാഗം എന്ത് ചെയ്യണം? കഴുകണം. ഈ പ്ലാസ്റ്ററിന് മുകളിൽ തടവോ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? തടവണം. എല്ലായിടത്തും വെള്ളം എത്തുന്ന നിലക്ക് തടവുകയും ചെയ്യണം. ഹുഫയുടെ മുകളിൽ തടവുന്ന പോലെയല്ല, പാദരക്ഷയുടെ മുകളിലാണ് തടവേണ്ടത്, അതിന് താഴെ തടവേണ്ട ആവശ്യമില്ല. എന്നാൽ പ്ലാസ്റ്റർ ആകുമ്പോൾ എല്ലായിടത്തും വെള്ളം എത്തുന്ന നിലക്കാണ് എന്ത് ചെയ്യേണ്ടത്? തടവേണ്ടത്. അതുപോലെ തന്നെയാണ് മയ്യിത്തും. ഇപ്പോൾ വെള്ളം ഒഴിച്ച് ഏതൊക്കെ ഭാഗം കഴുകാൻ പറ്റുമോ ആ ഭാഗമൊക്കെ എന്ത് ചെയ്യണം? വെള്ളം ഒഴിച്ച് കഴുകണം. എന്നാൽ ഒരു നിലക്കും എന്ത് ചെയ്യാൻ പറ്റൂല? വെള്ളം നനക്കാൻ പറ്റാത്തൊരു മയ്യിത്താണ്, ആകെ പൊള്ളിയ ഒരു മയ്യിത്ത്. അപ്പോൾ വെള്ളം ഒഴിച്ചാൽ ആകെ പ്രശ്നമായിരിക്കും, ശരീരം മൊത്തം പൊള്ളി കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? തയമ്മം ചെയ്ത് കൊടുക്കുക ആണ്. വെള്ളം ഒഴിച്ച് വെള്ളം തട്ടിക്കാൻ പറ്റാത്ത മയ്യിത്താണെങ്കിൽ തയമ്മം ചെയ്യുക എന്നതാണ് അതിനുള്ള പ്രതിവിധി. അല്ലാഹു അലം. ഏതായാലും മയ്യിത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള, മയ്യിത്ത് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട മസ്അലകളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി ഒരുപാട് വിഷയങ്ങൾ ഈ മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? സൂചിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഞായറാഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല. അടുത്ത ഞായറാഴ്ച നമുക്ക് അറഫ നോമ്പാണ് അല്ലേ? തിങ്കളാഴ്ച പെരുന്നാൾ, ഞായറാഴ്ച അറഫ നോമ്പ്. അപ്പോൾ നമുക്ക് അടുത്ത ഞായറാഴ്ച നമ്മളെ ക്ലാസ് ഉണ്ടാവില്ല. അതിൻ്റെ അപ്പുറത്തെ ആഴ്ചയാണ് ക്ലാസ് ഉണ്ടാവുക. അതിൽ മയ്യിത്തിൻ്റെ കഫനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളും പിന്നെ മയ്യിത്ത് മറമാടുന്ന വിഷയങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരാനുള്ളത്. ജീവിച്ചിരിക്കുമ്പോൾ അതേ വിധി തന്നെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ അന്യ സ്ത്രീയെ കാണുന്ന ഹുക്കുമ തന്നെയാണ് മരിച്ചു കഴിഞ്ഞാലും ഉള്ളത്. അല്ലാതെ വെച്ചാൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് ഒരു സ്ത്രീ അവരുടെ മുഖം മറക്കൽ നിർബന്ധമാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ സ്ത്രീയുടെ മുഖം മറക്കൽ നിർബന്ധമാണെന്ന അഭിപ്രായമുള്ള, വല്ലാഹു ആലം, ആ അഭിപ്രായമാണ് കുറച്ചും കൂടി സൂക്ഷ്മമായ അഭിപ്രായം, ഏറ്റവും നല്ലതും അത് തന്നെയാണ്. അത് നിർബന്ധമാണെന്നാണ് ഒരുപാട് ആധുനികരായ സലഫി പണ്ഡിതന്മാരുടെ ഒക്കെ അഭിപ്രായം. കാരണം ഒരാൾ കാണുമ്പോൾ ആദ്യം നോക്കുക എങ്ങോട്ടാണ്? ഒരു പെണ്ണിൻ്റെ മുഖത്തേക്കാണ്. ആ സ്ത്രീയുടെ ശരീരത്തിൽ ഏറ്റവും ആകർഷണീയമായൊരു ഭാഗം അവരുടെ മുഖം തന്നെയാണ്. എന്നാൽ നിർബന്ധമല്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞവരുണ്ട്. രണ്ടു കൂട്ടർക്കും അവരുടേതായ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിർബന്ധമെന്ന് പറഞ്ഞവർക്ക് അവരുടേതായ തെളിവുകളുണ്ട്, നിർബന്ധമല്ല എന്ന് പറഞ്ഞവർക്ക് അവരുടേതായ തെളിവുകളുണ്ട്. ഏറ്റവും സൂക്ഷ്മത മുഖം മറക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറയുന്നത് മരിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റൂല? മുഖം കാണാൻ പറ്റൂല. അല്ലാഹു അലം.
ഇനി ഇന്നത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഒന്നുമില്ല എങ്കിൽ നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാന്നുള്ളതാണ്. അതെ അതെ അതെ. ആ, ഒരു ചെറിയ കുട്ടിയാണ് മരിച്ചത് എങ്കിൽ സാധാരണ നമ്മൾ മയ്യിത്ത് നിസ്കാരത്തിൽ നടത്തുന്ന അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു എന്നുള്ള പ്രാർത്ഥനയല്ല അവിടെ ഉള്ളത്. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിക്ക് വേണ്ടിയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അത് കുട്ടിക്ക് വേണ്ടിയിട്ടല്ല, കുട്ടിയുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അത് പ്രത്യേകം ഹദീസിൽ ആ പ്രാർത്ഥന വന്ന് നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു അലം. എന്തായാലും നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഇതൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയുടെ ഈ കിതാബിൻ്റെ പേര് എന്താണ്? അദ്ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ. ഈ ഉമ്മത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഷെയ്ഖ് എഴുതിയ ഗ്രന്ഥമാണത്. അപ്പം അതിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഷെയ്ഖ് പറയുക. ഏതായാലും ഇൻഷാ അല്ലാഹ് ആ ഗ്രന്ഥം, അതിൻ്റെ തജ്ഹീസുൽ മയ്യിത്ത് എന്ന ഭാഗം ഏറ്റവും നല്ല നിലക്ക് പൂർത്തിയാക്കുവാനും ഉപകാരപ്രദമായ അറിവുകൾ വാരിക്കൂട്ടുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അഖൂലു ഖൗലി ഹാദ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.